സ്റ്റോക്ക് മാർക്കറ്റിനെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എല്ലാവരും കേൾക്കുന്ന ചില ടേംസ് ആണ് സെൻസെക്സ്, നിഫ്റ്റി എന്നിവ. സെൻസെക്സ് 100 പോയിന്റ് ഉയർന്നു, നിഫ്റ്റി 50 പോയിന്റ് ഇടിഞ്ഞു എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതെന്താ സംഭവം എന്ന് തുടക്കക്കാരൊക്കെ അന്തമിടാറുണ്ട് അല്ലേ? അപ്പോൾ ഡോണ്ട് വറി, ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ സെൻസെക്സിനെ കുറിച്ചും നിഫ്റ്റിയെ കുറിച്ചും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് രണ്ടിനുമുള്ള പ്രാധാന്യത്തെക്കുറിച്ചും ഇത് രണ്ടും ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ ബെറ്റർ ഡിസിഷൻസ് എടുക്കാം എന്നതിനെ കുറിച്ചും ഒക്കെ വിശദമായി സംസാരിക്കുന്ന വീഡിയോ ആണ്. വെൽക്കം ടു ഗ്രോ മലയാളം. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു ഗെറ്റ് ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷൻ ആൻഡ് അപ്ഡേറ്റ്സ് ഓൺ സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻവെസ്റ്റിംഗ്, ട്രേഡിംഗ് ആൻഡ് പേഴ്സണൽ ഫിനാൻസ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എന്താണ് ഈ സെൻസെക്സും നിഫ്റ്റിയും? അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പല ബിസിനസ് ന്യൂസ് ചാനലുകളും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന നിലയിൽ ദിവസവും സെൻസെക്സിന്റെയും നിഫ്റ്റിയുടെയും മൂവ്മെന്റ്സ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് ഇത് രണ്ടും എന്താണ് എന്ന് ഒരു എക്സാമ്പിൾ വെച്ച് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ സമയത്ത് ഒപ്പീനിയൻ പോളുകളും എക്സിറ്റ് പോളുകളും നടക്കാറില്ലേ? ഇലക്ഷന്റെ റിസൾട്ട് വരുന്നതിന് മുൻപാണ് ന്യൂസ് ചാനൽസും ന്യൂസ് പേപ്പേഴ്സും ഒക്കെ ഇത് നടത്താറുള്ളത്. എന്തിനാണ് ഇത് നടത്തുന്നത്? ഇലക്ഷൻ റിസൾട്ടിന്റെ പോക്ക് എങ്ങോട്ടാണെന്നൊരു സൂചന തരാൻ വേണ്ടിയിട്ടാണ് എക്സിറ്റ് പോൾ നടത്തുന്നത്. പക്ഷേ എപ്പോഴും ഈ എക്സിറ്റ് പോൾ ശരിയാകണമെന്നില്ല. എക്സിറ്റ് പോളിൽ വന്ന റിസൾട്ടും ഇലക്ഷന്റെ ശരിക്കുമുള്ള റിസൾട്ടും തമ്മിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാം. പലപ്പോഴും എക്സിറ്റ് പോൾ ശരിയാകാറുണ്ട്, പക്ഷെ ചിലപ്പോഴൊക്കെ അത് തെറ്റുമാകാം. അതിന്റെ കാരണം എന്താ? ലക്ഷക്കണക്കിന് വോട്ടേഴ്സ് ആണ് ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നത്. പക്ഷേ എക്സിറ്റ് പോളിന് വേണ്ടി കണക്കിലെടുക്കുന്നത് ഏതാനും 1000-ഓ 2000-ഓ ആളുകളുടെ ഒപ്പീനിയൻസ് മാത്രമായിരിക്കും. പലപ്പോഴും ഈ കുറച്ച് ആളുകളിൽ നിന്നും എടുക്കുന്ന ചെറിയ സാമ്പിൾ ലക്ഷക്കണക്കിന് വരുന്ന മറ്റു വോട്ടേഴ്സിന്റെ കളക്റ്റീവ് ഒപ്പീനിയനോട് ചേർന്ന് പോകണമെന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും തെറ്റാവുന്നത്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ 7642-ലധികം കമ്പനീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, BSEയിലും NSEയിലുമായിട്ട്. മാർക്കറ്റിന്റെ പോക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ 7642 കമ്പനികളെയും ദിവസവും ചെക്ക് ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. അതൊരു വലിയ ടാസ്ക് ആണ്. അത് പലപ്പോഴും പറ്റില്ല. പക്ഷേ മാർക്കറ്റിന്റെ പോക്കിനെ കുറിച്ചൊരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടി മേജർ കമ്പനികളുടെ പെർഫോമൻസും മാർക്കറ്റിന്റെ സെന്റിമെന്റ്സും മനസ്സിലാക്കാനൊക്കെ വേണ്ടി ഇതിലെ കുറച്ച് കമ്പനികളുടെ സാമ്പിൾ എടുത്ത് നോക്കാം, എക്സിറ്റ് പോൾ പോലെ. സോ ബേസിക്കലി നിഫ്റ്റിയും സെൻസെക്സും എക്സിറ്റ് പോൾസ് പോലെയുള്ള ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. കമ്പനികളുടെ ഒരു ചെറിയ സാമ്പിൾ എടുത്ത് നോക്കി മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇവയെ മാർക്കറ്റ് ഇൻഡെക്സുകൾ എന്നാണ് പറയുക. പല സ്റ്റോക്കുകൾ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ബാസ്ക്കറ്റ് ആണ് ഈ ഇൻഡെക്സുകൾ എന്ന് വിചാരിക്കാം. ഈ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നാണ് ഈ ഇൻഡെക്സുകൾ സൂചിപ്പിക്കുന്നത്. സെൻസെക്സിൽ 30 കമ്പനികളും നിഫ്റ്റിയിൽ 50 കമ്പനീസുമാണ് ഉള്ളത്. അപ്പോൾ സെൻസെക്സ് ഈ 30 കമ്പനികളുടെ ഇൻഫോർമേഷൻസ് വെച്ചുകൊണ്ട് മാർക്കറ്റിന്റെ പോക്ക് എങ്ങനെയാണ് എന്ന ഒരു ജനറൽ ഒപ്പീനിയൻ തരുന്നു. അതേസമയം നിഫ്റ്റിയിൽ 50 കമ്പനികളാണ് ഉള്ളത്. അപ്പോൾ ആ 50 കമ്പനികൾ വെച്ച് മാർക്കറ്റിനെ കുറിച്ചുള്ള ജനറൽ ഒപ്പീനിയൻ നിഫ്റ്റി നമുക്ക് തരും. മിക്കവാറും സമയങ്ങളിൽ നിഫ്റ്റിയും സെൻസെക്സും മാർക്കറ്റിന്റെ ജനറൽ മൂവ്മെന്റ് തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോഴൊക്കെ അത് തെറ്റാറുമുണ്ട്. അതുകൊണ്ടാണ് സെൻസെക്സ് ആൻഡ് നിഫ്റ്റി എന്നിവയെ കണ്ണുമടച്ചു മുഴുവനായും വിശ്വസിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്നത്. മാർക്കറ്റിന്റെ ജനറൽ ട്രെൻഡ് മനസ്സിലാക്കാൻ, സമയം ലാഭിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഇൻഡെക്സ് മാത്രമാണ് ഇവ. നിഫ്റ്റി ചാർട്ട്സ് എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത് എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ വിശദമായിട്ട് ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ സെൻസെക്സ് ആൻഡ് നിഫ്റ്റി എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു സെൻസെക്സിൽ 30 കമ്പനികളും നിഫ്റ്റിയിൽ 50 കമ്പനീസുമാണ് ഉള്ളതെന്ന്. നമുക്ക് സെൻസെക്സിന്റെ എക്സാമ്പിൾ എടുക്കാം ആദ്യം. സെൻസെക്സിൽ ഏതൊക്കെ 30 കമ്പനികളാണ് വരിക എന്ന് തീരുമാനിക്കുന്നത് കമ്പനികളുടെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആണ്. അപ്പൊ എന്താണ് ഈ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ? അതറിയണമെങ്കിൽ ആദ്യം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്താണെന്ന് അറിയണം. ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു കമ്പനി, അതിന്റെ സ്റ്റോക്ക് പ്രൈസ് 30 രൂപയാണെന്ന് വിചാരിക്കുക. ആ കമ്പനിയുടേതായിട്ട് 10 ഷെയറുകളാണ് ഉള്ളത്. അപ്പോൾ 30 × 10 ഇറ്റ്സ് ഈക്വൽ ടു 300 രൂപയാണ് ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് വിളിക്കുന്ന മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. പക്ഷേ വെറും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അല്ല, ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കമ്പനികൾ ഇൻഡെക്സിൽ ഉൾപ്പെടുന്നത്. സോ വാട്ട് ഈസ് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ? ഒരു കമ്പനിയുടെ ഓണേഴ്സ് അഥവാ ഉടമസ്ഥരുടെ കയ്യിലുള്ള ഷെയറുകൾ കൂട്ടാതെ മറ്റു ഷെയറുകൾ മാത്രം കണക്കിലെടുത്തുകൊണ്ടുള്ള മാർക്കറ്റ് ക്യാപ്പാണ് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ എക്സാമ്പിൾ ഉണ്ടല്ലോ, 10 ഷെയറുകളുള്ള കമ്പനി. ഇതിലെ 5 ഷെയറുകൾ ആ കമ്പനിയുടെ ഓണേഴ്സിന്റെ കയ്യിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 5 ഷെയറുകൾ നമ്മൾ ഒഴിവാക്കുന്നു. ബാക്കി 5 ഷെയർസ് ആണ് പബ്ലിക്കിന്റെ കയ്യിലുള്ളത്. അത് മാത്രമാണ് ഫ്രീ ഫ്ലോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇവിടെ 30 × 5 ഇറ്റ് ഈസ് ഈക്വൽ ടു 150.
150 രൂപയായിരിക്കും ഈ കമ്പനിയുടെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അപ്പോൾ പബ്ലിക്കിന്റെ കയ്യിലുള്ള ഷെയർസ് മാത്രമാണ് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഏറ്റവും ഉയർന്ന ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള 30 കമ്പനീസ് ആണ് സെൻസെക്സിൽ ഉണ്ടാവുക. എല്ലാ ഡിഫറെന്റ് സെക്ടേഴ്സിൽ നിന്നുള്ള കമ്പനികളും ഇതിലുണ്ടാകും. ഈ 30 സ്റ്റോക്കിന്റെ മൂവ്മെന്റ്സ് ആണ് സെൻസെക്സിന്റെ മൂവ്മെന്റിന് കാരണം. ഇതേപോലെ നിഫ്റ്റി ബേസ് ചെയ്തിരിക്കുന്നതും ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ തന്നെയാണ്. ആകെയുള്ള വ്യത്യാസം 30 പകരം 50 കമ്പനികളാണ് നിഫ്റ്റിയിലുള്ളത് എന്നാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെൻസെക്സ് ആൻഡ് നിഫ്റ്റിയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നാണ്. സെൻസെക്സിൽ ഇന്ത്യയിലെ പല ബിഗ്ഗസ്റ്റ് കമ്പനീസും ഇല്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. സെൻസെക്സിൽ ഉള്ളത് ഹയസ്റ്റ് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ബിഗ്ഗസ്റ്റ് കമ്പനീസ് മാത്രമാണ്. എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ? കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എ എന്ന് പേരുള്ള ഒരു കമ്പനി, അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 10,000 കോടി രൂപയാണെന്ന് ഇരിക്കട്ടെ. ഈ 10,000 കോടിയിൽ 7,500 കോടിയുടെ ഷെയറുകൾ കമ്പനിയുടെ ഓണേഴ്സിന്റെ കയ്യിലാണ്. ബാക്കിയുള്ള 2,500 കോടിയാണ് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയുള്ളൂ. ഇനി ബി എന്നൊരു കമ്പനി, അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 5,000 കോടി മാത്രമാണെന്ന് ഇരിക്കട്ടെ. ഇതിലെ 1,000 കോടി വില വരുന്ന ഷെയർ ഓണറുടെ കയ്യിലാണ്. പബ്ലിക്കിന്റെ കയ്യിൽ ബാക്കി 4,000 കോടിയുടെ ഷെയർസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ കമ്പനിയുടെ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പ് 4,000 കോടി രൂപയായിരിക്കും. അപ്പോൾ ബി എന്ന കമ്പനിയുടെ ഫ്രീ ഫ്ലോട്ട് എ എന്ന കമ്പനിയേക്കാൾ കൂടുതലായതുകൊണ്ട് കമ്പനി ബി ആണ് ഇൻഡെക്സുകളിൽ കൂടുതൽ വലിയ കമ്പനിയായി കൺസിഡർ ചെയ്യുക. പക്ഷേ റിയാലിറ്റിയിൽ 10,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള എ ആണ് 5,000 കോടി മാർക്കറ്റ് ക്യാപ്പ് മാത്രമുള്ള ബിയേക്കാൾ വലുതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ കമ്പനിയുടെ ആക്ച്വൽ സൈസിന്റെ യഥാർത്ഥ ചിത്രം നമ്മുടെ ഇൻഡെക്സുകൾ നൽകുന്നില്ല. ഇനി രണ്ടാമത്തെ ലിമിറ്റേഷൻ, 30-50 കമ്പനികളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി മാർക്കറ്റിന്റെ ഡയറക്ഷൻ നമുക്ക് കൃത്യമായി ജഡ്ജ് ചെയ്യാൻ കഴിയില്ല എന്നതാണ്. ഇതൊരു വളരെ ചെറിയ സാമ്പിൾ മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡെക്സുകൾ തരുന്ന ഇൻഫോർമേഷൻ വെച്ച് എങ്ങനെ ഒരു ബെറ്റർ ഇൻവെസ്റ്റർ ആകാം എന്നതാണ്. ഇൻഡെക്സുകളെ ഫോളോ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് 2 സ്കൂൾ ഓഫ് തോട്ട്സ് ആണുള്ളത്. അതിൽ ഒന്നാമത്തേത് പാസീവ് ഇൻവെസ്റ്റിംഗ് ആണ്. ഇൻഡെക്സിലുള്ള സെയിം സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻഡെക്സുകളെ ഫോളോ ചെയ്യുന്ന ഇൻഡെക്സ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് പാസീവ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന് അധികം റിസർച്ച് ഒന്നും ആവശ്യം വരുന്നില്ല, കൂടുതൽ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതങ്ങനെ ഫോളോ ചെയ്ത് പോയാൽ മതി. ഇനി രണ്ടാമത്തേത്, ആളുകൾ അവരുടെ റിട്ടേൺസിനെ നിഫ്റ്റി ആൻഡ് സെൻസെക്സുമായി കമ്പയർ ചെയ്ത് ആക്റ്റീവായി തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് ഈ ഇൻഡെക്സുകളേക്കാൾ ഉയർന്ന റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ നോക്കും. ആക്റ്റീവ് ഇൻവെസ്റ്റിംഗ് എന്നാണ് ഇതിനെ പറയുക. ഇതിന് നല്ല റിസർച്ച് ആവശ്യമാണ്. ഇൻവെസ്റ്റേഴ്സ് അവർക്ക് ചേർന്ന ഒരു സ്ട്രാറ്റജിയിലാണ് ഉറച്ചു നിൽക്കേണ്ടത്. അധികം സമയം ചെലവഴിക്കാൻ ഇല്ലാത്ത ആൾക്കാർക്ക് പാസീവ് ഇൻവെസ്റ്റിംഗ് ആയിരിക്കും ചേരുക. ആവശ്യത്തിന് സമയം കയ്യിലുള്ള, കൂടുതൽ പഠിക്കാൻ മെനക്കെടാൻ തയ്യാറുള്ളവർക്ക് മാർക്കറ്റിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടി ആക്റ്റീവ് ഇൻവെസ്റ്റിംഗിലേക്കും തിരിയാം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എന്തെങ്കിലും ഒരു പുതിയ കാര്യം നിങ്ങൾ പഠിച്ചു എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമാണ്. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ഈ വീഡിയോ ആവശ്യമാണെന്ന് തോന്നുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്കുകൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവ കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ്. നമ്മുടെ ഈ ചാനലിലെ എല്ലാ വീഡിയോസും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മൾ യാതൊരു വിധത്തിലുള്ള ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ നൽകുന്നില്ല. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.